ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവരുമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വകാര്യ വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി ഉയർത്തും. വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഭൂമിയുടെ പരിധിയാണ് ഉയർത്തുക. തൊഴിലവസരങ്ങൾ നൽകുന്ന സ്വകാര്യ പദ്ധതികളെ പൊതുപ്രാധാന്യമുള്ള പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ കേരള പ്രവാസി സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തേക്ക് നിക്ഷേപങ്ങൾ വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഭൂമിയുടെ ലഭ്യതയും ഭൂവിനിയോഗ നിയമത്തിലെ വ്യവസ്ഥകളുമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനമെടുത്തത്. സ്വകാര്യ വ്യക്തികൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിലവിൽ 15 ഏക്കറാണ്. ഇതിന്റെ പരിധി ഉയർത്തും. 5 കോടി രൂപയുടെ നിക്ഷേപമോ 20 തൊഴിലവസരമോ നൽകുന്ന പദ്ധതികൾക്ക് 1 ഏക്കർ കൂടുതലും 50 കോടി രൂപയുടെ പദ്ധതികൾക്ക് 10 ഏക്കർ സ്ഥലം കൂടുതലായും കൈവശം വെക്കാം. തൊഴിലവസരം നൽകുന്ന പദ്ധതികളെ പൊതുപ്രാധാന്യമുള്ള പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇത്തരം പദ്ധതികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിന് 1 ഏക്കർ അല്ലെങ്കിൽ 20 പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് 1 ഏക്കർ. അപ്പം ലാൻഡ് സീലിംഗിന് എക്സംപ്ഷൻ കൊടുക്കുന്നതിന് 5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ 1 ഏക്കർ വരെ കൊടുക്കാം. പിന്നെ 50 കോടിയാണെങ്കിൽ 10 ഏക്കർ വരെ എക്സംപ്ഷൻ. സംസ്ഥാനത്ത് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എമർജിംഗ് കേരളയിലടക്കം സർക്കാർ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമങ്ങൾ വിജയിക്കാതിരുന്നതാണ് വ്യവസായ നയത്തിൽ കാതലായ പരിഷ്കരണത്തിന് സർക്കാർ തീരുമാനമെടുത്തതെന്ന് മന്ത്രിമാർ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.